ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസുവിൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ബോധം വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇവരോടൊക്കെ വന്നിട്ട് അയാളോട് സംസാരിച്ച് നോക്കാനാണ് പറയുന്നത്. ആരുടെയെങ്കിലും ഒരാളുടെ സംസാരം അയാൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അത് അവരുടെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ സമയത്തൊക്കെ ജാനകി ഇങ്ങനെ തലതല്ലി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ ആപത്തൊന്നും സംഭവിക്കരുത്, എന്തിനാണ് ഞങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് പറയുന്നുണ്ട്, വാ സാർ, നമുക്ക് എല്ലാവർക്കും അകത്ത് പോയിട്ട് മാമനുമായിട്ട് സംസാരിച്ച് നോക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം കണ്ണു തുറക്കും. ആ സമയത്താണ് ഒരു നേഴ്സ് പരിഭ്രാന്തിയോടെ പുറത്തേക്ക് വരുന്നത്. ഡോക്ടർ, എന്താ സിസ്റ്റർ, പേഷ്യൻറ്റിന് ശ്വാസം കിട്ടുന്നില്ല. അയ്യോ, വേഗം അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അവർ വേഗം രണ്ടുപേരും അകത്തേക്ക് പോവാണ്. ശ്വാസം കിട്ടുന്നില്ലെന്നോ? ചന്ദ്രിക, നീ വേഗം ആ വാതിൽ തുറക്ക്, അമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാം എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ അമ്മയുടെ വീൽ ചെയറിൽ പിടിക്കുകയാണ്. ചന്ദ്രിക വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. അവർ 4 പേരും അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ച വാസു ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നതാണ്. ആ ഒരവസ്ഥയിൽ വാസുവിനെ കണ്ടപ്പോൾ എല്ലാവരും ശരിക്കും പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. ജാനകിയൊക്കെ പൊട്ടി പൊട്ടി കരയാണ്. പക്ഷേ വാസുവിന് ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും ബഹളം വെക്കല്ലേ. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം സിദ്ധാർത്ഥനോടായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, പേഷ്യൻ്റ് കോമ സ്റ്റേജിലേക്ക് പോകാൻ ഇടവരരുത്. നിങ്ങളെല്ലാവരും മാറി മാറി ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മെമ്മറിയെ മയക്കത്തിലേക്ക് പോവാത്ത വിധം നിങ്ങൾ എത്തിക്കണം. ശരി ഡോക്ടർ, സിധു പറയാണ്. അതുമാത്രമാണ് ഇനി ഇദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗം. എന്നിട്ട് നഴ്സിനെയും കൂട്ടിയിട്ട് അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ് വാസുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ കണ്ണു തുറന്ന് എന്നെ നോക്കച്ചാ. ജാനകിയും പറയാണ്, എഴുന്നേക്കേട്ടാ എഴുന്നേക്ക്. ചന്ദ്രികയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മാമ, അമ്മായി പൊട്ടിക്കരയുന്നത് കാണുന്നില്ലേ, ദയവ് ചെയ്ത് കണ്ണു തുറന്നിട്ട് അവരെയെങ്കിലും നോക്കൂ. എല്ലാവരും മാറി മാറി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അച്ഛാ, മുത്തശ്ശ, മലരും വിളിക്കുന്നുണ്ട്, കണ്ണു തുറന്നിട്ട് ഞങ്ങളൊന്ന് നോക്ക് മുത്തശ്ശ, കണ്ണു തുറന്ന് എന്നോട് സംസാരിക്കും മുത്തശ്ശ. അപ്പോൾ ജാനകി അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് മാപ്പ് തരുമോ മാപ്പ് തരുമോ എന്ന് ഇത്രയും കാലം എൻ്റെ പിന്നാലെ നടന്ന് ചോദിച്ച് ഞാൻ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുകയാണ്. കണ്ണ് തുറന്ന് എന്നെ ഒന്ന് നോക്ക്, നമ്മുടെ മക്കളുടെ കല്യാണം നിങ്ങൾക്ക് കാണണ്ടേ. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങളുടെ ജാനകി വന്നിരിക്കുകയാണ്, കണ്ണ് തുറന്നൊന്ന് നോക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ സംസാരിച്ചിട്ടും വാസുവിന് ബോധം വരുന്നുണ്ടായിരുന്നില്ല. അയാൾ മയക്കത്തിൽ തന്നെയാണുള്ളത്. ജാനകിയാണെങ്കിൽ അയാളുടെ കൈകൾ ചേർത്ത് പിടിച്ചിട്ടാണ് കരയുന്നത്, എന്നെ നോക്ക് എന്നെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. വാസുവിൻ്റെ കണ്ണുകൾ മെല്ലെ മെല്ലെ തുറന്നു വരുന്നത് മലരാണ് ആദ്യം കാണുന്നത്. മുത്തശ്ശി മുത്തശ്ശി, മുത്തശ്ശൻ കണ്ണു തുറന്നു. എല്ലാവരും ഞെട്ടിക്കൊണ്ട് വാസുവിനെ നോക്കുന്ന സമയത്ത് അയാളിങ്ങനെ വിറച്ച് വിറച്ച് കണ്ണുകൾ തുറക്കുകയാണ്. അമ്മ, അമ്മ, അച്ഛൻ കണ്ണു തുറന്നമ്മ. സിദ്ധുവും സന്തോഷത്തോടെ പറയാണ്. ചന്ദ്രികയും വിളിക്കുന്നുണ്ട്, മാമ മാമ എന്നൊക്കെ. അപ്പോൾ ജാനകി അദ്ദേഹത്തിൻ്റെ കൈകൾ എടുത്തിട്ട് പറയാണ്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അയാൾക്ക് മറുപടിയൊന്നും പറയാൻ സാധിക്കുന്നില്ല. എല്ലാവരെയും ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ നന്നായിട്ട് തന്നെയാണുള്ളത്. അച്ഛാ, നിങ്ങൾക്കൊന്നുമില്ല അച്ഛാ, നിങ്ങൾ നന്നായിട്ട് തന്നെയാണുള്ളത്. സിദ്ധു അവരെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ജാനകിയുടെ നോക്കുന്ന സമയത്ത് ജാനകിയാണെങ്കിൽ കൈകൾ ചേർത്ത് പിടിച്ചിട്ടാണ് കരയുന്നത് വാസുവിൻ്റെ. വാസു സങ്കടത്തോടെ വിളിക്കുന്നുണ്ട്, ജാനകി കരയല്ലേ ജാനകി. അത് കേട്ടതും ജാനകി വീണ്ടും പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടറോട് സിദ്ധു പറയുന്നുണ്ട്, ഡോക്ടർ, അച്ഛൻ കണ്ണു തുറന്നു. അപ്പോഴേക്കും വാസുവിൻ്റെ റിപ്പോർട്ടുമായിട്ട് നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് വായിച്ചു നോക്കുന്ന സമയത്ത് ഡോക്ടറുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രമം. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, റിപ്പോർട്ടൊക്കെ പോസിറ്റീവ് അല്ലേ ഡോക്ടർ? ഇദ്ദേഹത്തിനെ കുത്തിയ കത്തിയിൽ പോയിസൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. പക്ഷേ ആ പോയിസൻ്റെ അളവ് ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വരെ എത്തിയിട്ടില്ല. അത് കേട്ടതും അവർക്ക് ആകെ സമാധാനമായി. ദൈവത്തിനെ വിളിച്ച് നന്ദിയൊക്കെ പറയുകയാണ്. അതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഹീസ് ഓൾ റൈറ്റ്. ഡോക്ടർ പറഞ്ഞതും എല്ലാവർക്കും സമാധാനവും സന്തോഷമായി. മാമ, ചന്ദ്രിക വിളിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് സിദ്ധു കൈകൂപ്പുവാണ് ഡോക്ടർക്ക് നേരെ. അതുപോലെ ചന്ദ്രികയും ജാനകിയും ഒക്കെ ചേർന്നിട്ട്. ഒരുപാട് നേരം സംസാരിപ്പിക്കേണ്ട, അദ്ദേഹത്തിന് റെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വീണ്ടും അവിടെ നിന്ന് പോവുകയാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് പോയിക്കോളാം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥു അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയോട് സമാധാനമായോ എന്നൊക്കെ ചോദിക്കുകയാണ് സിദ്ധാർത്ഥ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട്. അപ്പോൾ വാസു ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി, നിന്റെ പ്രാർത്ഥനയാണ് എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയായിരിക്കും ദൈവം എനിക്ക് വീണ്ടും ജീവിതം അല്ലെങ്കിൽ ജീവൻ തിരിച്ചു തന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ജാനകി. വാസുവിൻ്റെ പശ്ചാത്താപം കേട്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കണ്ണ് നിറയുകയാണ്. ജാനകിയും സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കൈകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. മാത്രമല്ല വാസു കുറ്റബോധത്തോട് പറയുന്നുണ്ട്, ഇനി നിൻ്റെ കൂടെ എപ്പോഴും ഞാൻ നന്ദിയുള്ളവനായിരിക്കും ജാനകി.
നിന്റെ സത്യസന്ധനായിട്ടുള്ള ഭർത്താവായിട്ട് ഇനി ജീവിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ ജാനകിയും സമ്മതത്തോടു കൂടി തലയാട്ടുവാണ്. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥും ചന്ദ്രികയും പരസ്പരം സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന് നല്ല സന്തോഷം തോന്നുവാണ്. കാരണം അച്ഛനും ഒരുമിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് മേഘയും മുത്തശ്ശിയൊക്കെ ഉറക്കം എഴുന്നേറ്റിരിക്കുകയാണ്. സമയം ഒരുപാടായല്ലോ പ്രിയ പറയുന്നുണ്ട്. അപ്പോഴേക്കും മനോഹരൻ കയ്യിൽ ചായയും കഴിക്കാനുള്ള പലഹാരമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. കിട്ടിയോ? ഫ്ലാസ്കിലാണ് ചായക്കടയിൽ നിന്ന് തന്നെ ചായ തന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ. ആ ഒരു മരത്തിൻ്റെ ചോട്ടിൽ തന്നെയാണ് അവർ 3 പേരും ഉള്ളത്. മനോഹരൻ തന്നെ ഫ്ലാസ്കിൽ നിന്ന് ചായ എടുത്തിട്ട് 3 പേർക്കും ഗ്ലാസ്സിലാക്കി കൊടുക്കുകയാണ്. അതുപോലെ കഴിക്കാൻ വാങ്ങിക്കൊണ്ട് വന്നത് ബന്നായിരുന്നു. അപ്പോൾ പ്രിയയ്ക്ക് ചായ കൊടുത്ത സമയത്ത് പ്രിയ ചായ കുടിച്ച് നോക്കിയിട്ട് നല്ല ചൂടുണ്ടായിരുന്നു. മേഘയോട് പറയാണ്, അമ്മ ചായ നല്ല ചൂടുണ്ട്, ഇതൊന്ന് ഊതിത്താ. മേഘ പ്രിയയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിയിട്ട് ഊതിയിട്ട് അത് ആറ്റിയിട്ട് കൊടുക്കുവാണ്. ആ സമയത്ത് മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, മനോഹര, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു വീട് കണ്ടെത്തിയിട്ട് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവടാ. അതിനി ഓലക്കുടിലായാലും കുഴപ്പമില്ല. ഇനിയും നമ്മളിവിടെ താമസിക്കുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ ഓരോരുത്തന്മാർ വന്നിട്ട് മേഘയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറും. ശരി ചേച്ചി, സാരയില്ല, പറഞ്ഞ കാര്യം തന്നെയല്ലേ. ഇന്ന് രാത്രി ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു വീട് കണ്ടെത്തിയിട്ട് നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് സേഫായിട്ട് മാറ്റും. ശരിക്കും പറഞ്ഞാൽ അവർ 4 പേരും ടയേർഡായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നലെ രാത്രിത്തെ സംഭവം മേഘ വല്ലാതെ തളർത്തിയിട്ടുണ്ടായിരുന്നു. അവൾ പറ്റേ ക്ഷീണിച്ചൊരവസ്ഥയിലാണ്. ആ സമയത്താണ് മനീഷ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനിങ്ങനെ ആരോ തിരഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടാണ് വരുന്നത്. പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ ആ കാഴ്ച കാണുന്നത്. മേഘയും പ്രിയയും മുത്തശ്ശിയും മനോഹരനും ആൽത്തറയിൽ ഇരുന്ന് ചായ കുടിക്കുന്നു. അവൻ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കുകയാണ്. ശരി തന്നെയാണ്, പ്രിയയുണ്ട്, മേഘയുണ്ട്. അപ്പോൾ അവൻ വണ്ടി എടുത്തിട്ട് വേഗം അങ്ങോട്ടേക്ക് അവരുടെ ഭാഗത്തേക്ക് പോവാണ്. പ്രിയയാണ് ആദ്യം തന്നെ മനീഷിനെ കാണുന്നത്. അച്ഛാ എന്നും വിളിച്ചുകൊണ്ട് അവൾ ചായ ഗ്ലാസ് അവിടെ മാറ്റി വെച്ചിട്ട് ഓടി വരികയാണ്. ആ സമയത്ത് മേഘയും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പ്രിയ എങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിയാൻ വേണ്ടി. അച്ഛനെ കണ്ടതും പ്രിയക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ്. അച്ഛാ 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 എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. മനീഷും അവിടെ മുട്ടുകൂത്തി ഇരുന്നിട്ട് പ്രിയയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെ. അച്ഛനെ കണ്ട സന്തോഷത്തിലാണെങ്കിൽ പ്രിയ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് കരയുവാണ്. അപ്പോൾ മകളെ ആദ്യം ആശ്വസിപ്പിച്ചതിന് ശേഷം മനീഷ് വിളിക്കുന്നുണ്ട്, പ്രിയ. അപ്പോൾ മനീഷിൻ്റെ അടുത്തേക്ക് പോയ പ്രിയയെ കണ്ടതും മേഘയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. മേഘ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ആൽത്തറയിൽ നിന്ന്. അപ്പോൾ മനീഷിനെ കണ്ടപ്പോഴാണെങ്കിൽ മുത്തശ്ശിക്കും മനോഹരനും സമാധാനവും സന്തോഷമാണ് തോന്നിയത്. എന്താ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് മനീഷ് പ്രിയയെ നോക്കുന്ന സമയത്ത് പ്രിയ കരഞ്ഞുകൊണ്ട് പറയാണ്, എന്നെ അച്ഛൻ്റെ കൂടെ കൂട്ടിയിട്ട് അച്ഛാ, എനിക്കിവിടെ താമസിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ മനോഹരനും മുത്തശ്ശിയൊക്കെ തലയാട്ടുന്നുണ്ട്. പക്ഷേ മേഘ എന്താണ് പ്രിയ പറയുന്നതെന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ പ്രിയ കരഞ്ഞുകൊണ്ട് മനീഷിനോട് പറയുന്നുണ്ട്, പ്ലീസ് അച്ഛാ, എന്നെ കൊണ്ടുപോയച്ചാ, ഞാനും അച്ഛൻ്റെ കൂടെ വരാം അച്ഛാ. മനീഷ് തിരിഞ്ഞ് മേഘയെയും മുത്തശ്ശിയൊക്കെ നോക്കുകയാണ്. മേഘ മറുത്തൊന്നും പറയാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രിയയെ ആദ്യം ആശ്വസിപ്പിക്കുകയാണ് മനീഷ്. ശരിയടാ, അച്ഛൻ മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോൾ മനോഹരനും മുത്തശ്ശിക്കും നേരിയൊരു സമാധാനമുണ്ട്. അപ്പോൾ മനീഷ് ഇങ്ങനെ പ്രിയയോട് പറയുന്നുണ്ട്, കരയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് ചേർത്ത് നിർത്തുകയാണ്. പ്രിയയും കൂട്ടിക്കൊണ്ട് മേഘയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. മേഘയാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ലാത്ത മട്ടിൽ കുറച്ചൊരു അഹങ്കാരത്തോടെ തന്നെയാണ് അപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ മേഘയുടെ അടുത്തേക്ക് വന്നിട്ട് മനീഷ് പറയുന്നുണ്ട്, മേഘ, ഞാനുള്ളപ്പോൾ നീ എന്തിനാ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന് കഷ്ടപ്പെടുന്നത്? വാ, നമ്മളുടെ വീട്ടിലേക്ക് പോവാം. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും മനോഹരനും സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും അവർ അലഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീടിന് വേണ്ടിയിട്ട്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എല്ലാവരും നന്നായിട്ട് നോക്കിക്കോളാം. മേഘ വലിയ താല്പര്യമൊന്നുമില്ലാത്ത മട്ടിൽ മുഖം തിരിക്കുകയാണ്. അപ്പോൾ മനോഹരൻ അവൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്, മേഘ പറയുന്നത് കേട്ടില്ലേ, നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയയും കൂട്ടിക്കൊണ്ട് നീ അങ്ങോട്ടേക്ക് പോ. ഞാനും ചേച്ചിയും എന്തെങ്കിലും വഴി കണ്ടോളാം താമസിക്കാൻ. മുത്തശ്ശി അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മനീഷ് വീണ്ടും വിളിക്കുന്നുണ്ട്, വാ മേഘ, പോവാം. പക്ഷെ മേഘ അപ്പോഴും അഹങ്കാരം വിട്ട് കളിക്കുന്നില്ല. മേഘ അപ്പോഴും അവളുടെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിൽ എത്താൻ കാരണം തന്നെ നീയാണ്. പഠിക്കുന്ന കാലത്ത് വലിയൊരു പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് നിന്നെ എന്നെ പ്രേമിപ്പിച്ചത് നീ ഒരുത്തനാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലാവേണ്ടി വന്നത്. മുത്തശ്ശിയും മനോഹരനും പരസ്പരം നോക്കുകയാണ്. എത്രയൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായാലും ഇവിടെ തിരുത്തില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോഴും മേഘ കരയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. മനീഷിനോട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതം നശിപ്പിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചു നീ ഒരുത്തൻ. മനീഷ് മറുപടി ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ മേഘ വീണ്ടും കുത്തി പറയാണ്, നിന്നെപ്പോലൊരു വിശ്വാസവഞ്ചകനെ ഇനിയും വിശ്വസിച്ചിട്ട് ഇനിയും ജീവിതത്തിൽ ചതിക്കപ്പെടാൻ ഞാൻ തയ്യാറല്ല. ഏയ്, എന്തൊക്കെയാ മേഘ നീ പറയുന്നത്? മുത്തശ്ശി അവളെ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. മനോഹരനും വിചാരിക്കുകയാണ്, ഇനി എന്ത് പറഞ്ഞാലാണ് മേഘ മാറുക എന്ന് അവർക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ മനീഷ് വീണ്ടും അവളോട് സംസാരിക്കുകയാണ്, മേഘ, ഞാൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്.
എന്തു തന്നെ ആയാലും നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയത്. എനിക്ക് മാപ്പ് താ. ഞാൻ നിന്നെയും പ്രിയയും ഒരു കുറവുകളും ഇല്ലാതെ നന്നായിട്ട് നോക്കിക്കോളാം. എന്നെ വിശ്വസിക്കും മേഘ. മനോഹരനൊക്കെ പറയാണ് മേഘയോട് അത് മനീഷിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ മേഘ പറയുന്നുണ്ട്, ഇങ്ങനെ ജീവിച്ചിട്ട് മരിച്ചാൽ കൂടെ നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് നീ വിശ്വസിക്കണ്ട. മുത്തശ്ശി ദേഷ്യത്തോടെയാണ് പിന്നീട് മേഘയോട് സംസാരിക്കുന്നത്. മേഘ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് ബുദ്ധി തെളിയുന്നില്ലേ? മനുഷ്യന്മാരിൽ തെറ്റ് ചെയ്യാത്ത ആരാ ഉള്ളത്? മനീഷ് ചെയ്ത തെറ്റ് നിന്നോട് മാപ്പ് ചോദിച്ചില്ലേ? പിന്നെ നീ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത് അവൻ്റെ അടുത്ത്? അവൻ്റെ കൂടെ നീയും പ്രിയയും പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്ക്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം മേഘ. എൻ്റെ ജീവൻ പോവേണ്ടി വന്നാലും ഇവൻ്റെ കൂടെ ഞാൻ പോകുമെന്ന് വിശ്വസിക്കേണ്ട മുത്തശ്ശി. മേഘ അപ്പോഴും അവളുടെ ഗീർവാണത്തിലും അഹങ്കാരത്തിലും തന്നെ നിൽക്കുകയാണ്. എന്താ ഇവളെ ചെയ്യാമെന്നറിയാത്ത ദേഷ്യത്തിലാണ് മുത്തശ്ശി മനോഹരനും ഉള്ളത്. അപ്പോഴും കരഞ്ഞുകൊണ്ട് പ്രിയ പറയുന്നുണ്ട്, അമ്മ വാ അമ്മ, പ്ലീസ് അമ്മ, അച്ഛൻ്റെ കൂടെ പോവാം അമ്മ. മേഘ കുഞ്ഞിനെയും ദേഷ്യത്തോടെ നോക്കുകയാണ്. അപ്പം വീണ്ടും മനീഷ് പറയുന്നുണ്ട്, മേഘ പ്രിയക്ക് വേണ്ടിയിട്ടെങ്കിലും നീ തൽക്കാലം എൻ്റെ കൂടെ വാ. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് നീ എങ്ങനെയാണ് താമസിക്കുക? പ്ലീസ് നീ എൻ്റെ കൂടെ വാ. അപ്പോൾ മനോഹരനോട് മേഘ പറയാണ്, മാമ എന്താ മേഘ, ഞാൻ ഇയാളുടെ കൂടെ പോവില്ല. നിങ്ങൾ പോയിട്ട് വാടകയ്ക്ക് വീട് അന്വേഷിക്ക്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘ മാമൻ പറയുന്നത് മോള് തെറ്റിദ്ധരിക്കരുത്. ഇത്രയും താണ് കേണിട്ട് മനീഷ് നിന്നോട് മാപ്പ് പറഞ്ഞിട്ടല്ലേ നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. അവൻ്റെ കൂടെ പോയിക്കൂടെ നിനക്ക്? മാമ ഞാൻ പറയുന്നത് കേൾക്കുമെങ്കിൽ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി, അല്ലെങ്കിൽ എന്നെ വിട്ടിട്ട് എല്ലാവരും പൊയ്ക്കോളൂ. മനീഷിൻ്റെ കയ്യിലുള്ള പ്രിയ ദേഷ്യത്തോടെ മേഘ നോക്കുകയാണ്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, മേഘ ശരി, നിനക്ക് വാടക വീട് കിട്ടുന്നത് വരെ പ്രിയ എൻ്റെ കൂടെ നിന്നോട്ടെ. നീ നല്ലൊരു സ്ഥലം നോക്കി സെറ്റിലാവുമ്പോൾ എന്നോട് പറ. അപ്പോൾ ഞാൻ പ്രിയയെ കൊണ്ടുവന്ന് നിൻ്റെ അടുത്താക്കാം. അതുവരെ പ്രിയ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ നിന്നോട്ടെ മേഘ. ദയവ് ചെയ്ത് ഇതെങ്കിലും നീ ഒന്ന് സമ്മതിക്ക്. മുത്തശ്ശിക്കും മനോഹരനും അത് താല്പര്യം തന്നെയായിരുന്നു. മേഘയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു വല്ലാത്ത സങ്കടവും വിഷമവും ഒക്കെ തോന്നുവാണ്. മേഘ മറുപടിയൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മേഘ നമ്മൾ വലിയ ആളുകൾ, നമ്മൾ ഈ വെയിലത്തും കഷ്ടപ്പാടിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പ്രിയ ചെറിയ കുട്ടിയാണ്. അവൾ എന്തിനാണ് ഈ വെയിലും കൊതുകടിയൊക്കെ കൊള്ളുന്നത്? പ്രിയയെങ്കിലും മനീഷിൻ്റെ കൂടെ വിട്ടേക്ക്. പ്രിയ പ്രതീക്ഷയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുവാണ്. അപ്പോൾ മനോഹരനും പറയുന്നുണ്ട്, അതേ മേഘ, ചേച്ചി പറഞ്ഞത് ശരിയാണ്. പ്രിയയെങ്കിലും മനീഷിൻ്റെ കൂടെ സമാധാനത്തോടെ നിന്നോട്ടെ. മേഘയ്ക്കും അത് എന്തോ ഒരു താല്പര്യമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം കുഞ്ഞ് വിഷമിക്കുന്നത് അവളെയും വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. അവസാനം ചെറിയൊരു സംസാരത്തോടു കൂടി മേഘ പറയുന്നുണ്ട്, ഞങ്ങൾ നല്ലൊരു വീട് കെട്ടുന്നത് വരെ പ്രിയ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ. അത് കേട്ടപ്പോൾ പ്രിയക്കും മനീഷിനും നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഒപ്പം മുത്തശ്ശിക്കും മനോഹരനും. അവളെ കൂട്ടിയിട്ട് പോയിക്കോ. താങ്ക്സ്, മേഘയെ നോക്കിയിട്ട് മനീഷ് പറയാണ്. എന്നിട്ട് അതിനുശേഷം മനോഹരനോട് മുത്തശ്ശിക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. മുത്തശ്ശി പറയാണ്, അതൊന്നും സാരമില്ല മനീഷ്, നീ പ്രിയയെ നന്നായിട്ട് നോക്കിക്കോ. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് അവനവൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് മേഘയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന മേഘ, ഇത് നിൻ്റെ ചെലവിന് വെച്ചോളൂ. പക്ഷെ അത് കണ്ടപ്പോൾ മേഘയുടെ ദേഷ്യം അങ്ങോട്ട് കയറുകയാണ്. എന്നിട്ട് അവൾ അഹങ്കാരത്തോടെ പറയാണ്, നിൻ്റെ അടുത്തൊക്കെ കൈ നീട്ടേണ്ട അവസ്ഥയിലൊന്നും അത്ര ഗതികെട്ട അവസ്ഥയെ മേഘ എത്തിയിട്ടില്ല. മുത്തശ്ശിയാണെങ്കിൽ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം മനോഹരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘ നമ്മളൊരു നല്ല വീട് വാടകയ്ക്ക് നോക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണമല്ലോ. മനീഷ് തരുന്ന പണമെങ്കിലും നീ വാങ്ങിക്കേ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നമ്മളുടെ കയ്യിൽ എത്ര പണമുണ്ടോ ആ പണത്തിന് കിട്ടുന്ന വീട് നോക്കിയാൽ മതി. ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനോഹരനും തലതാഴ്ത്തുകയാണ്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, ശരി, ഇനി അങ്ങോട്ട് ഒക്കെ നിൻ്റെ ഇഷ്ടമാണ്. പ്രിയ വാ പോകാം. ശരി, ബായ് അമ്മ, ബായ് മുത്തശ്ശി, ബായ് മനോഹര മാമ എന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പ്രിയ പോകുന്നത്. പ്രിയ പോകുന്നത് നോക്കിയിട്ട് മുത്തശ്ശിക്ക് സമാധാനമാവുകയാണ്. കാരണം ആ കുഞ്ഞെങ്കിലും ഈ ഒരു ഗതികെട്ട അവസ്ഥയിൽ നിൽക്കേണ്ട ഇതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മേഘയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ എത്തിപ്പെടുമെന്നും അവളുടെ കുഞ്ഞിനെ ഒന്നും കൊടുക്കാനാവാതെ ഇങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിൽ എത്തിക്കേണ്ടി വരുമെന്നൊന്നും അവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും ആരുടെ മുന്നിലും തലതാഴ്ത്താൻ മേഘ തയ്യാറുമല്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് വാസുവും ജാനകിയും ചന്ദ്രികയും അതുപോലെ സിദ്ധുവും മഹേന്ദ്രനും ലക്ഷ്മിയും ഒക്കെ കൂടെ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, കല്യാണ നിശ്ചയം നടന്നതൊക്കെ അറിഞ്ഞു. വാസു സർ, നിങ്ങളുടെ ആരോഗ്യം ഇപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ വാസു പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒക്കെ സുഖമായി. വാസു തന്നെയാണ് ജാനകിയെ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ജാനകിയും ഒരു നല്ലൊരു സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ തന്നു. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ യാതൊരു പരീക്ഷണം ഉണ്ടാവില്ല, എല്ലാം സന്തോഷകരമായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് വാസുവിൻ്റെ പേരിൽ പൂജ ചെയ്യാൻ വേണ്ടി വന്നത്. അല്ലല്ല അളിയ, അത് വേണ്ട, ജാനകിയുടെ പേരിലാണ് പൂജ നടത്തേണ്ടത്. വാസു പെട്ടെന്ന് തന്നെ തിരുത്തി കൊടുക്കുകയാണ്.
വാസുവിന് ജാനകിയോടുള്ള സ്നേഹം കണ്ട് എല്ലാവരും ഒരുതരം നാണത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ശരി ശരി, എങ്കിൽ രണ്ടുപേരുടെ പേരിലും അർച്ചന നടത്താം. അർച്ചന തട്ട് വാങ്ങി പൂജാരി രണ്ടുപേരുടെയും പേരും നാളും ഒക്കെ ചോദിക്കുകയാണ്. ജാനകിയുടെ പേരും നാളും വാസുവും, വാസുവിൻ്റെ പേരും നാളും ജാനകിയുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. പൂജാരി അകത്തേക്ക് പോയിട്ട് അർച്ചന നടത്തിയിട്ട് തിരിച്ചു വന്ന് പ്രസാദം എല്ലാവർക്കും കൊടുക്കുവാണ്. പ്രസാദം കിട്ടിയതിന് ശേഷം വാസു തന്നെ ജാനകിയുടെ നെറ്റിയിൽ കുങ്കുമം വെച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് ലക്ഷ്മിയൊക്കെ നാണത്തോടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ മലരാണെങ്കിൽ അച്ഛനെ വിളിക്കുകയാണ്, സിദ്ധുവിനെ. അച്ഛാ അച്ഛാ. എന്താ മലർക്കുട്ടി? വാസു മുത്തശ്ശൻ ജാനകി മുത്തശ്ശിക്ക് സിന്ദൂരം വെച്ചു കൊടുത്തതുപോലെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് കുങ്കുമം വെച്ചു കൊടുക്ക്. ഞാൻ വച്ചാ നിൻ്റെ അമ്മ വഴക്ക് പറയില്ലേ? ഏയ്, വഴക്കൊന്നും പറയില്ല. അച്ഛൻ വെച്ചു കൊടുക്ക്. ശരി ശരി, ഞാൻ വെച്ചു കൊടുക്കാം. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, സിദ്ധു സാർ, നിങ്ങളും മലരും കൂടി എന്താ രഹസ്യം പറയുന്നത്? ചന്ദ്രിക, മലര് നിന്റെ നെറ്റിയിൽ കുങ്കുമം വെച്ച് തരാൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ശരി, മലറിന് വേണ്ടിയിട്ട് ഞാനത് വെക്കാം, ചന്ദ്രികയും പറയാണ്. സിദ്ധു ചന്ദ്രികയ്ക്ക് കുങ്കുമവും തിരിച്ച് ചന്ദ്രിക സിദ്ധുവിന് ചന്ദനവും തൊട്ട് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സിദ്ധു മലറിനും ചന്ദനം തൊട്ട് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ജാനകി മഹേന്ദ്രനോട് പറയാണ്, ഏട്ടാ, ഞങ്ങൾ രണ്ടുപേരും സ്വാമിയുടെ സന്നിധി ചുറ്റിയിട്ട് വരുന്നു. ഞങ്ങളും വരാം ജാനകി. അമ്മ, ഞങ്ങളുണ്ട്. ഇതിനകത്ത് ഇത്ര പ്രത്യേകിച്ചൊരു കാര്യമുള്ളത്? സിദ്ധു കളിയാക്കുവാണ്. അവരെല്ലാവരും ചേർന്നിട്ട് ക്ഷേത്രത്തിൻ്റെ സന്നിധി ചുറ്റുവാണ്. ആ സമയത്ത് മനോഹര മേഘയും കൂട്ടിയിട്ട് വീടിൻ്റെ ബ്രോക്കറെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബ്രോക്കറെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ മേഘ, ഇതെൻ്റെ കൂട്ടുകാരനാണ്. പക്ഷേ അയാളെ കണ്ടപ്പോൾ മേഘയ്ക്ക് എന്തോ പന്തികേട് തോന്നുവാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മനോഹരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മാഡം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ 7000 രൂപ ബഡ്ജറ്റിൽ ഒരു വീടുണ്ട്. അഡ്വാൻസ് പോലും നമ്മളെ കയ്യിൽ എത്ര പൈസയുണ്ടോ അത് കൊടുത്താൽ മതി. അവർ സന്തോഷത്തോടെ വാങ്ങിക്കും. മേഘ ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. മേഘയെ പോലെ തന്നെ മനോഹരനും ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മനോഹരനും ചോദിക്കുകയാണ്, എന്താ ഗോവിന്ദ നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ഗോവിന്ദനെ വിശ്വസിക്കും മനോഹര, നിനക്ക് നല്ലതേ നടക്കുള്ളൂ. ഈ വീടിന് ഒരുപാട് ആളുകളുണ്ട്, അതറിയാമോ? മേഘയ്ക്ക് അപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം 7000 രൂപയ്ക്കൊക്കെ വീട് കിട്ടുന്നുള്ളത് അവൾക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല. അവൾ വെറുതെ ഇങ്ങനെ ചോദിച്ചു നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇപ്പം തന്നെ എൻ്റെ കമ്മീഷൻ പൈസ തരികയാണെങ്കിൽ നിങ്ങളെ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഓണറെ കാണിച്ചിട്ട് താക്കോൽ വാങ്ങിത്തരാം. മനോഹരനും പറയാണ്, മേഘ, ഇവൻ പറയുന്നത് കേൾക്കുമ്പോൾ നീ വിചാരിക്കുന്ന പോലത്തെ വീട് തന്നെയാണെന്നാണ് തോന്നുന്നേ. എല്ലാ സൗകര്യങ്ങളും ഇല്ലേ? മേഘ സംശയത്തോടെ ചോദിക്കുകയാണ്. ഓ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ കമ്മീഷൻ എനിക്കിപ്പോൾ തന്നെ തരണം, എങ്കിലേ ഞാൻ നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുള്ളൂ. അപ്പോൾ മനോഹരനും പറയാണ്, വീടിന് കൊടുക്കാൻ വേണ്ടി വെച്ച കമ്മീഷൻ ഇപ്പം തന്നെ ഇയാൾക്ക് കൊടുത്തേക്ക്, എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വീട് പോയി നോക്കാമല്ലോ. അപ്പം മേഘ സംശയത്തോടെ പറയാണ്, മാമ, വീട് കാണാതെ എങ്ങനെയാണ് കമ്മീഷൻ ആദ്യം കൊടുക്കുക? അത് കേട്ടിട്ട് മനോഹരനും അയാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.